എല്ലാവർക്കും നമസ്കാരം. NIOS പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് നമുക്ക് പഠിക്കാനുള്ള 8ാമത്തെ മോഡ്യൂളിലെ ദ നെക്ലേസ് എന്നുള്ള പാഠമാണ് ഇംഗ്ലീഷിൻ്റെ. അപ്പം PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അമർത്തുകയും ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് മറ്റു വിദ്യാർത്ഥികൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ ഇതിലെ 1ഉം 2ഉം ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ നെക്ലേസ് എന്നുള്ള പാഠത്തിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് ആൾറെഡി ബീൻ റെക്കോർഡഡ്. ഇനി നമ്മളിപ്പോൾ ചെയ്യുന്ന 3ാമത്തെ ഭാഗമാണ്. അപ്പം ഈ ഭാഗം കേൾക്കുന്നതിന് മുമ്പേ നിങ്ങളൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ PVN ഗ്ലോബലിന്റെ പ്ലേ ലിസ്റ്റ് എടുക്കുക. അതിൽ NIOSന്റെ ക്ലാസ്സുകളുണ്ട്, വേറെ പല വീഡിയോകളുണ്ട്. നിങ്ങൾ NIOSന്റെ പാഠങ്ങളുടെ ക്ലാസ്സുകളുണ്ട്. അത് എടുത്തിട്ട് നിങ്ങൾ അതിൽ 1, 2 ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ ഈ 3ാമത്തെ പാർട്ട് സെക്ഷൻ 3 അപ്ലോഡ് ചെയ്യാവൂ. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് പോകാം. നമുക്കറിയാം, ഇവിടെ സൗന്ദര്യം മാത്രം കൈമുതലായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ രോദന കഥകളാണ് ഈ ദ നെക്ലേസ് എന്ന് പറയുന്ന ഈ പാഠത്തിൽ ഉള്ളത്. അവിടെ 2ാമത്തെ ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്ഷൻ 3യിലേക്കാണ് പോകുന്നത്. നോക്കാം. ഇവിടെ അവൾക്ക് എപ്പോഴും തൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വ്യാകുലതയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു. നോക്കാം. നിങ്ങൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചിട്ട് വേണം ഈ പാഠം കേൾക്കാനിരിക്കാൻ. ഞാനൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്ന പോലെയാണ് ക്ലാസ് എടുത്തിരുന്നത്. നിങ്ങളത് ഓരോ വരികളിലൂടെയും ശ്രദ്ധിക്കുക. നോക്കാം. സെക്ഷൻ 3 ആണ് കേട്ടോ, ദ നെക്ലേസ് എന്ന് പറഞ്ഞ ലെസൺ. ഹലോ എല്ലാവരും, we go through the lines of this textbook. Okay. But one evening, her husband reached home with a triumphant air and holding a large envelope in his hand. ഒരു ദിവസം അവളുടെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ എന്താ കയ്യിലൊരു കവറുണ്ട്. ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട്. വൺ ഈവനിങ്, ഒരു ദിവസം സന്ധ്യാസമയത്ത് റീച്ചിൽ എത്തിച്ചേർന്നു. ഹോം വീട്ടിൽ എങ്ങനെയാ വരുന്നത് നോക്കൂ. വിത്ത് എ ട്രയംഫന്റ് എയർ എന്നാണ്, ഒരു വിജയഭാവത്തിൽ. ഇവിടെ എയർ എന്ന് പറഞ്ഞ ഭാവനാണ്, വായു എന്നല്ല. ഒരു വിജയഭാവം ഉണ്ടല്ലേ, ഭർത്താക്കന്മാര് വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഒരു കെങ്കേമ ഭാവത്തിൽ വരികയാണ്. ആൻഡ് ഹോൾഡിങ്, പിടിച്ചിട്ടുണ്ട്. ഹോൾഡിങ് വൺ എ ലാർജ് എൻവലപ്പ്, ഇതേപോലത്തെ ഒരു കവർ, ഒരു എൻവലപ്പ് കൈ പിടിച്ചിട്ടാണ് വരുന്നത്. ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട്. എ ലാർജ്, ഒരു വലിയ. എൻവലപ്പ് മീൻ ഒരു കവർ, കത്തിന് അയക്കുന്നത്. ഇനി ഹിസ് ഹാൻഡ്, അവന്റെ കയ്യിൽ. എന്നിട്ട് അവൻ പറഞ്ഞ കൊട്ടേഷനാണ് ഇത്. നോക്കൂ, സരിഹി അവൻ പറഞ്ഞു. എന്താ? ദർ ഈസ് സംതിങ് ഫോർ യു. ഇതിനകത്ത് നിനക്ക് ഞാനൊരു കാര്യം വെച്ചിട്ടുണ്ട്, ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഭാര്യയോടാ പറയുന്നത്. മാത്യയോട് പറയാ, ഹലോ നീ നോക്ക്, ഈ കവർ ഉണ്ടല്ലോ, ഇത് നിനക്കായി കൊണ്ടുവന്ന കവറാണ് എന്ന് ഭർത്താവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. കിട്ടിയ മാത്രമേ ഷീ ടോർ ദ പേപ്പർ ക്വിക്ക്ലി. ഉടനെ ആ കവർ ഭാര്യ വാങ്ങിയിട്ട് അത് വലിച്ചു കയറി. ടോർ എന്ന് പറഞ്ഞാൽ ടിയർ, ടോർ, ടോൺ, വലിച്ചു കയറിയാണ്. ക്വിക്ക്ലി, പെട്ടെന്ന്. ആൻഡ് ഡ്രൂ ഔട്ട്, അതിന് പുറത്ത് വലിച്ചു ഊരിയെടുത്തു. എ പ്രിന്റഡ് കാർഡ്, അതിനകത്ത് ഒരു പ്രിന്റഡ് കാർഡ് ഉണ്ട്, അച്ചടിച്ച് വെച്ചൊരു കാർഡ് ഉണ്ട്. നമ്മുടെ ഇൻവൈറ്റിംഗ് കാർഡൊക്കെ അല്ലേ, കല്യാണ കത്തിന്റെ ഒക്കെ പോലെ കാർഡ്. ഇൻ വിച്ച് കാർഡ് വിച്ച് ബോർ, അത് വഹിക്കുന്നു ദീസ് വേർഡ്, ഈ വാക്കുകൾ. ആ കാർഡ് എടുത്ത് അതിങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എഴുതിയ വരികളാണ് അവൾ വായിക്കുന്നത്. അവൾ വായിക്കുകയാണ്. ആ കവർ പൊളിച്ച് പെട്ടെന്ന്, അങ്ങനെ സ്ത്രീകൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് വളരെ വ്യാകുലതയോടെ ആ കവർ പൊട്ടിച്ച് വലിച്ചു കീറി അവിടെ അതിനകത്തുള്ള കണ്ടന്റ് വായിക്കുകയാണ്. എന്താ വായിക്കുന്നു? എന്താ? ദ മിനിസ്റ്റർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആൻഡ് മാഡം ചോർ, എന്താണ്? മാഡം ചോർ റാപ്ന്യൂ റിക്വസ്റ്റ് ദ ഹോണർ ഓഫ് Mr. and Madam Louisel company at the place of ministry on Monday evening. അതായത് അടുത്ത തിങ്കളാഴ്ച, മൺഡേ അല്ലേ, സൺഡേ അല്ല, മൺഡേ ഈവനിങ്, സന്ധ്യാസമയത്ത് മന്ത്രി കാര്യാലയത്തിൽ വെച്ച് ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അതിന് ക്ഷണക്കത്താണ്. എന്താണ് അവിടെ പറയുന്നു? മാഡം ജോർജ് റാപ്ന്യൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ്. റിക്വസ്റ്റ്, അപേക്ഷയാണ്. ദ ഹോണർ, ഒരു ഹോണർ കൂടിയാണ്. ഓഫ് മിസ്റ്റർ, എന്താണ്? ഹോണർ ഓഫ് മിസ്റ്റർ ആൻഡ്
മാഡം ലൂയിസൽ കമ്പനി, നിങ്ങൾ ഭാര്യയും ഭർത്താവും കമ്പനിയായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. കല്യാണക്കത്ത കിട്ടാറുണ്ടല്ലോ, അതുപോലെ കണ്ടാണ് കമ്പനി അറ്റ് ദ പാലസ്, കൊട്ടാരത്തില് പാലസ് ഓഫ് ദ മിനിസ്റ്ററി ഓൺ മൺഡേ. പ്ലേസും വരും പറയണം. തിങ്കളാഴ്ച ഈവനിങ്ങിൽ ജാനുവരി 18, അതായത് ജാനുവരി 18-ാം തീയതി ഇദ്ദേഹം ജോലി ചെയ്യുന്ന കാര്യാലയത്തിൽ, നമ്മുടെ കൂടെ പറയുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്. അത് മിനിസ്റ്ററി നേരിട്ട് ഇടപെട്ട് വെക്കുന്ന ഫംഗ്ഷനാണ്. അപ്പം നീയും നിന്റെ ഭാര്യയും കൂടി ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ ഒരു ഇൻവൈറ്റേഷൻ കാർഡാണ് ഈ കവറിനകത്ത്. അവൾ വായിച്ചപ്പോൾ അതാണ് മനസ്സിലായത്. ഇൻസ്റ്റഡ് ഓഫ് ബീങ് ഡിലൈറ്റഡ്, ഇത് കേട്ടാൽ ശരിക്ക് സന്തോഷിക്കുകയല്ലേ എല്ലാവരും ചെയ്യേണ്ടത്. ഇൻസ്റ്റഡ് ആണ് പകരം. ഇത് കേട്ടിട്ട് വളരെയധികം സന്തോഷിക്കുന്നതിന് പകരം, ഇൻസ്റ്റഡ് മീൻ പകരം, ഡിലൈറ്റഡ് മീൻ സന്തോഷിക്കപ്പെടുന്നതിന് പകരം, ആസ് ഹർ ഹസ്ബൻഡ് ഹാഡ് ഹോപ്ഡ്, ഭർത്താവ് അതാ പ്രതീക്ഷിച്ചേ. ഞാനീ വന്നിട്ട് ഭാര്യയ്ക്ക് ഈ കത്ത് അങ്ങോട്ട് കൊടുത്ത ഭാര്യ അങ്ങോട്ട് ഉന്മാദം കൊണ്ട് നൃത്തമാടുമെന്നും അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് കൊട്ടിച്ചിരിക്കുമെന്നൊക്കെയാ വിചാരിച്ച്. പക്ഷേ ഇൻസ്റ്റഡ് പകരം ത്രീ ഒറ്റ ഏറാണ് ദ ഇൻവൈറ്റേഷൻ. ഈ ഇൻവൈറ്റേഷൻ കാർഡ് ഒറ്റ ഏറാന്ന് പറഞ്ഞു. ഇൻവൈറ്റേഷൻ ഓൺ ദ ടേബിളിലേക്ക് ക്രോസിലി കുറുകെ, ആ ടേബിളിന് കുറുകെ ആ കത്തങ്ങ് വലിച്ചെറിഞ്ഞു. മട്ടറിങ് പെറുപുറത്തുകൊണ്ട്, എന്താ ഭർത്താവ് കൊണ്ടുവന്ന ആ ഇൻവൈറ്റേഷൻ കാർഡ് ആ ടേബിളിന് കുറുകെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ പിറുപുറുക്കുകയാണ്. എന്താ പറയുന്നത്? വാട്ട് യു വിഷ് മീ ടു ഡു ദാറ്റ്? ഈ കത്തുകൊണ്ട് ഞാൻ എന്താ ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ക്ഷണക്കത്ത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ ഭർത്താവ് പറയാം, മൈ ഡിയർ, എൻ്റെ പ്രിയപ്പെട്ടവളെ, ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു, യുഡ് ബി ഗ്ലാഡ്, നീ സന്തോഷിക്കുമെന്ന്. ഗ്ലാഡ് എന്നാണ് സന്തോഷിക്കുക. ഇത് കേട്ടാൽ നീ സന്തോഷിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. യു നെവർ ഗോ ഔട്ട്, കാരണം നീ വീട്ടിന്റെ അകത്തളത്തുനിന്ന് പുറത്തു പോകാറില്ലല്ലോ. പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ, അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന. അപ്പം നീ നെവർ, ഒരിക്കലും ഗോ ഔട്ട്, പുറത്തു പോകാറില്ല. അപ്പൊ നിനക്കൊരു ചാൻസ് കിട്ടുകയാണ്. ആൻഡ് ദിസ് ഈസ് സച്ച് എ ഫൈൻ ഓപ്പർച്യൂണിറ്റി, ഇത് അങ്ങനത്തെ സുന്ദര മനോഹരമായ ഒരു സാഹചര്യമാണ് മോളെ നിനക്ക്. കാരണം വീട്ടിൽ നിന്ന് പുറത്തു പോകാത്തതിന്റെ ഒരു വ്യാകുലത നിനക്കുണ്ടല്ലോ. ഐ ഹാഡ് എ ഗ്രേറ്റ് ട്രബിൾ ടു ഗെറ്റ് ഇറ്റ്, ഇത് കിട്ടാൻ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ക്ഷണക്കത്ത് വാങ്ങിയത്. ഒരുപാട് ട്രബിൾ ഇട്ടാണ് ഈ കത്ത് വാങ്ങിയത്. എവരി വൺ, എല്ലാവരും വാണ്ട്സ് ടു ഗോ ഇറ്റ്, എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പൊതുപരിപാടിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ഇറ്റ് ഈസ് വെരി സെലക്റ്റീവ്, പക്ഷെ സെലക്റ്റീവ് ആയ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന്. സെലക്റ്റീവ് ആണ്. ആൻഡ് ദേ ആർ നോട്ട് ഗിവിങ് മെനി ഇൻവൈറ്റേഷൻ. അവരാണെങ്കിൽ ഒരുപാട് ക്ഷണക്കത്തൊന്നും നൽകുന്നുമില്ല ടു ക്ലർക്ക്. കാരണം ഞാനൊരു ക്ലർക്കാണല്ലോ അവിടുത്തെ സാധാ ഗുമസ്തൻ. അപ്പം സാധാരണ ഗുമസ്തന്മാർക്കൊന്നും അവർ ഇൻവൈറ്റേഷൻ കൊടുക്കുന്നില്ല എന്നിരിക്കെ എനിക്ക് എങ്ങനെയൊക്കെയോ ഒരു ഇൻവൈറ്റേഷൻ ഞാൻ ഒപ്പിച്ച് പിടിച്ച് വാങ്ങിയതാണ് നിനക്ക് വേണ്ടിയിട്ട് എന്നും. ദ ഹോൾ ഒഫീഷ്യൽ വേൾഡ് വിൽ ബി ദർ, ഞങ്ങളുടെ മൊത്തം ഔദ്യോഗിക വൃന്ദം അവിടെ ഉണ്ടാവും. ഞങ്ങളുടെ ഓഫീസിൽ എല്ലാവരും ആ മന്ത്രി നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ വരും. അതുകൊണ്ട് നിനക്ക് നല്ലൊരു ചാൻസ് ആണ് മോളെ ഇത് എന്ന് ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു. അപ്പോ ഷീ ലുക്ക്ഡ് അറ്റ് ഹിം, അവൾ അവനെ നോക്കി. വിത്ത് ഇറിറ്റേറ്റഡ് ഗ്ലാൻസ് ആണ്, കോപം ജനിക്കുന്ന നോട്ടത്തോടെ. ആൻഡ് സെഡ്, എന്ത് പറഞ്ഞു? ഇംപേഷ്യൻ്റ്ലി, കെട്ട രീതിയിൽ, ക്ഷമയില്ലാതെ അവൾ പറഞ്ഞു. എന്താ പറഞ്ഞു? ആൻഡ് വാട്ട് യു വിഷ് മീ ടു പുട്ട് ഓൺ മൈ ബാക്ക്? എന്താ എല്ലാ ഭാര്യമാരും ചോദിക്കുക. അല്ല മനുഷ്യ, ഞാൻ എന്തിട്ടിട്ടാ അങ്ങോട്ട് പോവുക? ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ, പെൺകുട്ടികളൊക്കെ അല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഭാര്യയ്ക്കാണ് നല്ലൊരു കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഒരു അടിപൊളി പട്ട് സാരി, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ചുരിദാർ ഡ്രസ് ആണെങ്കിൽ അതിൽ ഏറ്റവും നല്ല ഒരു വില പിടിപ്പുള്ള ഒരു 5000-6000 ഒക്കെ വില ഉള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടുപോകണ്ടേ. പക്ഷെ ഇവിടെ ഞാൻ എന്തിട്ടിട്ടാ പോകുക? പുട്ടോൺ തന്നെ ധരിക്കുക എന്നാണ് ബാക്ക്. ഞാൻ എന്താണ് എന്റെ പുറകിൽ ഇട്ടേച്ച് പോകുക എന്ന്. അങ്ങനെ പ്രശ്നമുണ്ടല്ലേ. ഹി ഹാഡ് നോട്ട് തോട്ട് ഓഫ് ദാറ്റ്. അവൻ അത് ചിന്തിച്ചിട്ടില്ല ഇത്രയും കാലം. ഭാര്യയ്ക്ക് സാരി ഉണ്ടോ, ചുരിദാറുണ്ടോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാത്ത ഭർത്താവന്മാരുണ്ട്. ക്ഷണം കിട്ടി, കത്ത് കിട്ടി, ഉടനെ കൊണ്ട് ഓടിപ്പാഞ്ഞ് വന്നു കൊടുത്തു. പക്ഷേ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സാമാന്യ മര്യാദയൊക്കെ വെച്ച് കെട്ടും പട്ടൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് പോകണ്ടേ. ഹീ സ്റ്റാമേഡ്, അവനിങ്ങനെ കുറിപ്പെട്ടു. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഇല്ലേ, നിനക്ക് ധരിക്കാൻ ഡ്രസ് ഇല്ല അല്ലേ. ദെൻ അപ്പൊ പറയാ, വൈ ദ ഗൗൺ യു ഗോ ടു ദ തിയേറ്റർ ഇൻ, അത്
നമ്മൾ ഇന്നാള് തിയേറ്ററിൽ സിനിമ കാണാനോ ഫിലിം കാണാനൊക്കെ പോകുമ്പോഴേ ഡ്രാമ തിയേറ്ററിൽ പോയപ്പോൾ നീ ഒരു ഡ്രസ്സ് ഇട്ടില്ലേ, ഇറ്റ് ലുക്സ് വെരി വെൽ ടു മീ. എനിക്കത് കണ്ടിട്ട് കുഴപ്പമില്ല തോന്നി. ഗൗൺ ഡ്രസ്സ്, നീ ഗൗൺ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ഉള്ള ചുരിദാറുകളുടെ ഡ്രസ്സാണ്. നീ അന്ന് എൻ്റെ കൂടെ ഒരു തിയേറ്ററിലേക്ക് വന്നപ്പോൾ ഇട്ട ആ കുപ്പായല്ലേടി, അത് ഇട്ടാൽ മതി, അത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഹി സ്റ്റോപ്പ്ഡ്, അവൻ നിർത്തി അത് പറഞ്ഞിട്ട്. എന്നിട്ടോ ഡിസ്ട്രാക്റ്റഡ്, വ്യതിചലിച്ചു. എന്താ ഡിസ്ട്രാക്റ്റഡ് വ്യതിചലിക്കുക? ആൻഡ് സീൻ കണ്ടുകൊണ്ട് ദാറ്റ് ഹിസ് വൈഫ് വാസ് ഈറ്റിംഗ്. ഭാര്യ ഇങ്ങനെ വീപ്പ് ചെയ്യാണ്, തേങ്ങുകയാണ്, എക്കെട്ടും മുക്കെട്ടും കരയുന്നത് ഭർത്താവ് കണ്ടു. അപ്പോൾ അയാൾ എന്താ പറയുക, ടു ഗ്രേറ്റ് ഇയേഴ്സ്, മാത്രമല്ല രണ്ട് വലിയ കണ്ണുനീരുകൾ റാൻ ഓടി വരുന്നു സ്ലോവ്ലി, സാവധാനം, ഫ്രം ദ മുതലക്കണ്ണിൽ, ഫ്രം ദ കോർണേഴ്സ് ഓഫ് ഹർ ഐസ്, അവളെ കണ്ണിന്റെ മൂലയിൽ നിന്ന് രണ്ട് കണ്ണുനീർ തുള്ളി ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരികയാണ്. ദ കോർണേഴ്സ് ഓഫ് ദ മൗത്ത്, അതിങ്ങനെ ഉരുണ്ടുണ്ട് വന്ന് വായന്റെ ഈ ഭാഗത്തേക്ക് വരെ എത്തിക്കുന്നു. അത് പെണ്ണുങ്ങളുടെ ഒരടവാണല്ലോ, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ വേഗം മുതലക്കണ്ണീർ ഒഴിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഭാര്യ ഡ്രസ്സിന്റെ കിട്ടാത്തതുകൊണ്ട് അവളെ കണ്ണിൽ നിന്ന് കണ്ണ് തുടുതുടോ അങ്ങനെ കണ്ണുനീര് വന്നു. എനിക്കൊരു കുപ്പായില്ലാതെ ഞാൻ എങ്ങനെയാ പരിപാടിക്ക് പോരുക? അപ്പൊ ഇത് ഭർത്താവ് കണ്ട് ഭർത്താവിന് ഹൃദയലിഞ്ഞു. ഭർത്താവ് പറഞ്ഞു, വാട്ട് ഇസ് മാറ്റർ, എന്താ കാര്യം, വാട്ട് ഇസ് മാറ്റർ, എന്താ കാര്യം? ഈ ആൻസർഡ്, എന്താണ് നീ ഇങ്ങനെ കരയാൻ മാത്രമൊക്കെ ഇപ്പൊ എന്താ ഉണ്ടായത്, എന്താ കാര്യം? ബൈ എ വയലന്റ് എഫേർട്ട്, വളരെ മൃഗീയ ശ്രമം നടത്തുകൊണ്ട് അവൾ കോൺഗേഡ് കീഴടക്കി ഹർ ഗ്രീഫ്, അവളെ സങ്കടം അടക്കി പിടിച്ചു. ആൻഡ് റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. ഇനി കാം വോയിസ്, ശാന്തമായ സ്വരത്തിൽ അവൾ മറുപടി പറഞ്ഞു. എന്താ? വൈൽ ഹി, ആ സമയത്ത് അവൾ വൈപ്പ് ഒപ്പുന്നുണ്ട് കേട്ടോ, ഹർ ചീക്ക്, കവിളിലൊക്കെ ഇങ്ങനെ കണ്ണുനീരൊക്കെ ഒപ്പുന്നുണ്ട്. എന്നിട്ട് വളരെ ശ്രമമൊക്കെ എടുത്തിട്ട് പിന്നെ ഭാര്യ വീണ്ടും പറഞ്ഞു ഭർത്താവിനോടായിക്കൊണ്ട്. എന്താ പറഞ്ഞു? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? നത്തിങ്, ഒന്നുമില്ല. ഓൺലി ഐ ഹാവ് നോ ഗൗൺ, എനിക്ക് ഗൗൺ ഡ്രസ് ഇല്ല എന്നാ ഞാൻ പറഞ്ഞേ, കുപ്പായില്ല. ആൻഡ് ദെർഫോർ, അതുകൊണ്ട് ഐ കാൻ ഗോ ടു ദിസ് പാർട്ടി, എനിക്ക് ഈ പാർട്ടിക്ക് വരാൻ വയ്യ. നിങ്ങൾ ഓഫീസിലേക്ക് നാണം കേടും. കാരണം നിങ്ങളെ മറ്റ് ക്ലർക്കുമാരുടെ ഭാര്യമാരെ കട്ടിച്ച് പൊളിച്ച് ചെത്തി പൊളിച്ച് വരുമ്പോൾ ഞാൻ ഈ കുപ്പായ വിട്ട് വന്നാലേ എങ്ങനെ ഉണ്ടായിരിക്കും? ഞാൻ നിങ്ങളുടെ പാർട്ടിക്ക് വരുന്നില്ല. ഐ കാൻ ഗോ ടു ദിസ് പാർട്ടി. നിങ്ങൾ വേണമെങ്കിലേ ഒരു കുത്തുവാക്കം പറഞ്ഞു, ഗിവ് യുവർ കാർഡ് ടു സമ്മൺ, നിങ്ങൾ വേറെ ആർക്കെയും കൊടുത്തോളൂ ഈ കാർഡ്. കൊളിങ്ക്യൂ, സമകാലികൾ, നിങ്ങളുടെ സമകാലികന്മാരില്ലേ ഒപ്പമുള്ള കൂട്ടുകാർക്കും, ഹൂസ് വൈഫ്, അവരെ ഭാര്യമാർക്ക് ഉപകാരമായിക്കോട്ടെ, ഈസ് ബെറ്റർ എക്യുപ്ഡ് ദാൻ മീ എന്നേക്കാൾ. അങ്ങനെ പെണ്ണുകൾ പറയാറുണ്ടോ, ഔദാര്യ മനസ്കർ. നിങ്ങളെ ഈ കാർഡ് വേറെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുത്തോ, അവരെ ഭാര്യമാരെങ്കിലും അത് ഉപയോഗപ്പെടുത്തിക്കോട്ടെ, എനിക്ക് ഏതായാലും യോഗമില്ല എന്ന്. ഇത് കേട്ടപ്പോ ഇത് ഭർത്താവിനെയാ. ഹി വാസ് ഇൻ ഡെസ്പെയർ, അവനാകെ നിരാശയിലായി. ഹി റിസീവ്ഡ്, അവൻ വീണ്ടും പറഞ്ഞു, കം ലെറ്റ് us see. എടി നമുക്ക് നോക്കാം എന്തെങ്കിലും മാർഗം. അതിൻ്റെ ഹൗ മച്ച് വുഡ് ഇറ്റ് കോസ്റ്റ്, എത്ര വില വരും നിനക്ക് ഒരു കുപ്പായം വാങ്ങാൻ, ഒരു അല്ലേ കോസ്റ്റ്, ഒരു ഗൗൺ ഡ്രസ് വാങ്ങാൻ, സ്യൂട്ടബിൾ ഗൗൺ, ഉചിതമായ ഒരു ഗൗൺ ഡ്രസ് വാങ്ങാൻ എത്ര വരും വില? വിച്ച് അത് യു കുഡ് യൂസ്, നിനക്ക് ഉപയോഗിക്കാമല്ലോ ഓൺ അതർ ഒക്കേഷൻ, ഇപ്പൊ ഉപയോഗിച്ച പിന്നത്തെ അവസരങ്ങളിൽ ഉപയോഗിക്കാൻ കണ്ട് ഭർത്താവിടെ എക്കണോമിക്കൽ പോയിന്റ് നോക്കുകയാണ്. അപ്പൊ ഈ ഫംഗ്ഷന് വാങ്ങി കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും കല്യാണമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ അല്ലെ. അപ്പൊ അതിനെ മറ്റു ഒക്കേഷണൽ സാഹചര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു കുപ്പായത്തിന് എന്ത് വില വരും? സംതിങ് വെരി സിമ്പിൾ ആയിക്കോട്ടെ, സിമ്പിൾ ഡ്രസ്സ്, അങ്ങനെ അടിച്ചു പൊളിയുള്ള ആകുമ്പോൾ എന്താ പൈസയും കൂടും. അപ്പൊ ഒരു സിമ്പിൾ ഗൗൺ ഡ്രസ്സ് വാങ്ങാൻ എത്ര റുപ്യ വേണ്ടി വരും? നെക്സ്റ്റ് പാരാം. അവൾ റിഫ്ലക്റ്റഡ്, ഇങ്ങനെ പ്രതിഫലിച്ചു. സെവറൽ സെക്കൻഡ്, കുറച്ച് സെക്കൻഡ് ഒന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണക്കൂട്ടി. മേക്ക് ഹർ കാൽക്കുലേഷൻ, അവിടെ കണക്കൂട്ടലൊക്കെ നടത്തി. വണ്ടറിങ്, അത്ഭുതപ്പെട്ടുകൊണ്ട്. ആൽസോ വാട്ട് സം, എത്ര സം വരും, SU എന്നാണ് തുക, എത്ര തുക വരും ഒരു ഡ്രസ്സ് വാങ്ങാൻ? ഷീ കുഡ് ആസ്ക്, അവൾക്ക് ചോദിക്കാൻ കഴിയും, വിത്തൗട്ട് ഡ്രോയിങ് ഓൺ ഹെർസെൽ ആൻ ഇമ്മീഡിയറ്റ് റിഫ്യൂസൽ ആൻഡ് ഫ്രൈറ്റൻ എക്സ്പ്ലനേഷൻ ഫ്രം ദ എക്കണോമിക് ക്ലർക്ക്. എന്നിട്ട് ഷീ കുഡ് ആസ്ക്, അവൾക്ക് ചോദിക്കാൻ പറ്റുന്നത്, വിത്തൗട്ട് ഡ്രോവിങ് അല്ലേ, വിത്തൗട്ട് ഡ്രോവിങ് ഓൺ, എന്താണ് ഡ്രോവിങ് ഓൺ ഹിം ഓൺ ഹെർസെൽ, അവൾ സ്വയം അതിന് പിന്മാറാതെ, ഒരു ആസന്നമായ നിഷേധനം നടത്താതെ, ഒരു പേടിപ്പെട്ട ഫ്രൈറ്റൻഡായ എക്സ്പ്ലനേഷൻ തീരുമാനത്തിൽ, ഫ്രം ദ എക്കണോമിക്കൽ ക്ലർക്ക്, ആ സാമ്പത്തികത നോക്കുന്ന ക്ലർക്കിന്റെ അടുത്തുനിന്ന് സാമാന്യം കുഴപ്പമില്ലാത്ത എത്ര പൈസയാണ് ചോദിക്കണ്ടേ എന്ന് അവൾ കണക്കൂട്ടി. അങ്ങനെ അവൾ ഇങ്ങനെ ചോദിച്ചു, അതിപ്പോ അവിടെ എത്ര വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനലി അവസാനം ഷീ റിപ്ലൈഡ്, അവൾ മറുപടി പറഞ്ഞു, ഹെസിറ്റേറ്റിംഗ്. ഭർത്താവ് ചോദിച്ചു, നിനക്ക് സാമാന്യം കുഴപ്പമില്ലാത്തൊരു ചുരിദാർ ഡ്രസ് വാങ്ങാൻ എത്ര പൈസ വരും?
അപ്പോൾ അവളിങ്ങനെ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടി ഭർത്താവിനെ അപ്രീതിപ്പെടുത്തണ്ട, എന്നിട്ട് ഫൈനലി പറഞ്ഞെന്താ, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, അതിപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല, ബട്ട് എന്നാൽ ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു ഐ കുഡ് മാനേജ് ഇറ്റ് ഫോർ 100 ഫ്രാങ്ക്. അതെ, 400 ഉറുപ്പ്യക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നു. 400 ഫ്രാങ്ക് ഫ്രാൻസിലെ കോയിനാണ്. അപ്പൊ ഒരു 400, നമ്മളവിടെ പറയുകയാണെങ്കിൽ 400 രൂപ കൊടുത്താൽ സാമാന്യം കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ആ, ഹി ഗ്രൂ എ ലിറ്റിൽ പെയിൽ. ആ 400 എന്ന് കേൾക്കലും അയാളുടെ മുഖത്താകെ ഒരു വിളറി വെളുപ്പ് ഇങ്ങോട്ട് വന്നു അല്ലേ. പെയിൽ ആകെ വിളറി, അമ്പോ 400, അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഡ്രസ്സിന്റെ ഒക്കെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിത്തിരിയൂലേ. ബിക്കോസ് കാരണം ഹി വാസ് ലേയിങ് അസൈഡ്, മാറ്റി വെച്ചിരുന്നു ജസ്റ്റ് ദാറ്റ് എമൗണ്ട്. അത്ര ആ തുക എന്താണ് ഇയാൾ ഇങ്ങനെ ഭാര്യ അറിയാതെ കുറ്റിയിലിട്ട് വെച്ചിരിക്കുന്നു. ജസ്റ്റ് കേവലം അത്ര പൈസ ഉള്ളൂ. എത്ര 400 ഫ്രാങ്ക് ഉണ്ടായിരിക്കും. എന്തിനാണിത്? ടു ബൈ എ ഗൺ, ഒരു തോക്ക് വാങ്ങാൻ വേണ്ടി, ആൻഡ് ട്രീറ്റ് ഹിംസെൽഫ്, സ്വയം ട്രീറ്റ് ചെയ്യാന്, ടു എ ലിറ്റിൽ ഷൂട്ടിംഗ് നെക്സ്റ്റ് സമ്മർ. അടുത്ത വേനൽക്കാലം വരുമ്പോൾ ഈ ഇംഗ്ലീഷുകാരുടെ ഒരു ഹോബിയാണല്ലോ ഷൂട്ടിങ്ങിന് പോവുക, ഫിഷിങ്ങിനൊക്കെ പോവുക. അപ്പൊ കൂട്ടുകാരുടെ കൂടെ അടുത്ത വേനൽക്കാലത്ത് പിന്നെ സമതലമായിരിക്കുന്ന എന്താ നാൻഡ്രി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, സമതലം. അവിടെ വേട്ടയ്ക്ക് പോവുക, വിനോദം അല്ലെ, മൃഗവിനോദത്തിന് പോകുക. അപ്പൊ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാളെടുത്ത് ഒരു പഴഞ്ചൻ തോക്കാണുള്ളത് വേട്ടയ്ക്ക്. അപ്പോൾ മറ്റൊരിടത്തൊക്കെ നല്ല അടിപൊളി തോക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വേനൽക്കാലം ആകുമ്പോഴേക്ക് എനിക്കൊരു നല്ല തോക്ക് വാങ്ങണം, അതിനായിട്ട് സ്വരൂപിച്ച് വെച്ച 400 ഉറുപ്പ്യ കയ്യിലുണ്ട്. നോക്കണം ആ കഷ്ടകാലം ഭർത്താവിന്റെ. അത് മാത്രമല്ല, അത് തോക്കും വാങ്ങണം, ട്രീറ്റ് ഹിംസെൽഫ് എ ലിറ്റിൽ, ഒരു ചെറിയ ഷൂട്ടിങ്ങിന് പോകുമ്പോഴേ, മൃഗീയ വിനോദത്തിന് പോകുമ്പോൾ, അവർ വേനൽക്കാലമാണ് അവരുടെ ഏറ്റവും നല്ല കാലാവസ്ഥ. അപ്പോൾ അതിന് പോകുമ്പോൾ കൂട്ടുകാർക്ക് ഒരു പരിപ്പോടിയും ചായയൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്കൊരു ട്രീറ്റും പിന്നെ ഒരു തോക്കും ഒക്കെ വാങ്ങാൻ വേണ്ടി ഇവൻ ആരും അറിയാതെ, ഭാര്യ പോലും അറിയാതെ 400 ഉറുപ്പ്യ കുറ്റിയിലിട്ട് അങ്ങനെ മാറ്റി വെച്ചിരുന്നു. ലേയിങ് അസൈഡ് എന്നാ പറയുന്നത്. വിത്ത് സെവറൽ ഫ്രണ്ട്സ്, കുറെ കൂട്ടുകാരുണ്ടാവുകയോ ഒപ്പം, സെവറൽ കൂട്ടുകാരെ എന്തിനെ, ഹു വെൻ ടു ഷൂട്ട്, അവര് ഷൂട്ട് ചെയ്യാൻ പോകാറുണ്ട്. ഈ ലാർക്ക് എന്ന് പറഞ്ഞ ഒരു, നമ്മളെ കുളക്കോഴി എന്നൊക്കെ പറഞ്ഞ ഒരു പക്ഷിയാണ്. ദർ ഓൺ സൺഡേ, ഞായറാഴ്ച ഒഴിവ് ദിവസമല്ലേ. അപ്പൊ നമ്മളിവിടെ ചൂണ്ടായിട്ട് മീൻ പിടിക്കാനൊക്കെ ഞായറാഴ്ചകളിലൊക്കെ പോകുന്നവര്, അല്ലെങ്കിൽ വേറെ വല്ല പാർട്ടിക്കൊക്കെ പോകാറുണ്ടല്ലോ, അപ്പൊ അത് സ്ഥിരമായിട്ടുണ്ടല്ലോ. അപ്പൊ ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഒക്കെ ഒന്നും വീട്ടിലുണ്ടാവില്ല, ഒക്കെ പുറത്താവും അല്ലെ. വെപ്പും തീനൊന്നും ഇല്ല, ഒക്കെ ഷവർമയും കവർമയൊക്കെ കഴിച്ച് റോഡിലും തെണ്ടി തിരിഞ്ഞൊക്കെ നടക്കുന്ന സ്വഭാവമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലും. അതേപോലെ ഇംഗ്ലീഷുകാര് സൺഡേ ഒഴിവ് കിട്ടുമ്പോൾ ഒന്നുകിൽ ഒരു ഫിഷിങ്ങിന് പോകും, അല്ലെങ്കിൽ ഹണ്ടിങ്ങിന് പോകും. അങ്ങനെ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുക. മറ്റേതുവരെ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങി കുടിച്ച പരിചയമുള്ളൂ. അപ്പൊ അവർക്കൊക്കെ ഇതിനൊക്കെ പാടാം. അടുത്ത വേനൽക്കാലത്തേക്ക് ഇപ്പൊ ഒരു കൂട്ടി വെക്കുകയാണ്. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, മുന്നിൽ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അതിനുമായിക്കൊണ്ട് കുറച്ച് പൈസയെല്ലാം സ്വരൂപിച്ച് വെക്കുക എന്നുള്ള അവരുടെ പതിവാണ്. അപ്പൊ ഇവിടെ ഞാൻ ആകെ 400 ഉറുപ്പ്യ എടുത്തിട്ടുണ്ട്. സാരല്ല, കുറ്റിയിലിട്ട് വെച്ചേക്ക് തോക്ക് വാങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, ഓളെ കാര്യം നടക്കട്ടെ സൺഡേ. ബട്ട് ഹീ സെഡ്, എന്നാൽ അവൻ പറഞ്ഞു, വെരി വെൽ, ഐ വിൽ ഗിവ് യു 400 ഫ്രാങ്ക്സ്. നിനക്ക് ഞാൻ 400 രൂപ തരാടി, നീ പോയി വാങ്ങ്. എന്നാലെങ്കിലും നീ എൻ്റെ ഓഫീസിലെ പാർട്ടിക്ക് ഒന്ന് വാ, ആൻഡ് ട്രൈ ടു ഹാവ് ദ പാർട്ടി ഗൗൺ. എന്നിട്ട് ഒരു പ്രറ്റി മനോഹരമായ ഗൗൺ ഡ്രസ് നീ പോയി വാങ്ങ്, എന്നാ പിടിച്ചോ 400 എന്ന് പറഞ്ഞ അയാൾ കുറ്റിയിലെടുത്തിട്ട് വെച്ച ആ 400 ഫ്രാങ്ക് പാവം ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി കൊടുത്തു. ഇതൊക്കെ നമ്മുടെ നാടുകളിലും സുപരിതമാണ് ഇത്തരം കാര്യങ്ങൾ. കല്യാണമൊക്കെ വന്ന് ഇൻവൈറ്റേഷൻ കാർഡ് കിട്ടും. ഇത് കല്യാണ ഇൻവൈറ്റേഷൻ കാർഡല്ല, ഇയാൾ ഓഫീസിലൊരു ഫംഗ്ഷൻ നടത്തുകയാണ്, മിനിസ്റ്ററി, അതിൽ പങ്കെടുക്കാനാണ് വിളിച്ചത്. പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ, അത് വിനാശകാലെ വിപരീത ബുദ്ധിയായി പോയി. ഈ ഇൻവൈറ്റേഷൻ കാർഡ് കൊണ്ടുവരാണ്ടാച്ചാൽ മതിയായിരുന്നു എന്ന് വരെ അദ്ദേഹത്തിന് തോന്നി. ഏതായാലും ഒരു ഗത്യന്തരമില്ലാതെ അദ്ദേഹം വേറെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ച 400 ഫ്രാങ്ക് എടുത്തിട്ട് ഇവൾക്കൊരു ഗൗൺ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നതോടുകൂടി ഈ സെക്ഷൻ 3 ഇവിടെ അവസാനിക്കാൻ. ബാക്കി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് ബട്ടണും ബെല്ലൊക്കെ ഒന്ന് അമർത്തുക. ഓക്കെ, സീ യു അഗൈൻ.